CPM-ന്റെ ദേശീയ സെക്രട്ടറി ആണല്ലോ പറഞ്ഞത് ഇതിനെക്കുറിച്ച് യാതൊരു കാരണവശാലും മണിപ്പൂരിൽ നടന്നത് മതകലഹമല്ല, അതിന് മതത്തിന്റെ ഛായ നൽകരുത്, ഗോത്രീയ കലാപമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. എങ്കിലും ഞാൻ പറയുകയാണ്, താങ്കൾ ഇത് തീർച്ചയായും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ജൂൺ 4 തീയതി നമുക്ക് കാണാം, വെറും പകൽക്കിനാവ് മാത്രമാണ്, വ്യാമോഹം മാത്രമാണ്, BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തീർച്ചയായും ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് അത്ര പ്രസക്തമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം, എന്തെങ്കിലും പറയുമ്പോൾ കമ്മ്യൂണിസത്തിന് എത്രയുണ്ട്, കമ്മ്യൂണിസം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നത് എന്തിന്? അതിന്റെ മറുപടി, BJPക്ക് കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചപ്പോഴാണ് ലോകത്ത് 1960-കളിൽ 30-ലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസം വേരോടെ പിഴുതെറിയപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇന്ന് കമ്മ്യൂണിസം എന്ന പേരിൽ ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസം അല്ലെങ്കിൽ കാൾ മാർക്സ് എന്ന ജർമ്മൻ പണ്ഡിതൻ ആവിഷ്കരിച്ച കമ്മ്യൂണിസം ഇന്ന് ലോകത്ത് ഒരിടത്തുമില്ല. ഉത്തര കൊറിയയിലുള്ളത് കമ്മ്യൂണിസമാണോ ഏകാധിപത്യമാണോ? വ്ളാദിമിർ പുടിൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസമാണോ ഏകാധിപത്യമാണോ? ഉക്രൈനിനെ അകാരണമായി ആക്രമിച്ച് നശിപ്പിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ജീവിതത്തിൽ ഇരുട്ട് വീഴ്ത്തിയ വ്ളാദിമിർ പുടിൻ ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ പേരിലോ ഏകാധിപത്യത്തിന്റെ പേരിലോ? ഇനി താൻ മരിച്ച് മണ്ണടിയോളം താനാണ് പ്രധാനമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇരുമ്പ് മറയ്ക്കുള്ളിൽ ചൈനയെ ഭരിക്കുന്ന ചൈനീസ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ വഴിയാണോ ഏകാധിപത്യത്തിന്റെ വഴിയാണോ? ഇതിനൊക്കെ മറുപടി പറയാൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന് നിർബന്ധമായും ബാധ്യതയുണ്ട്. ഇത് വീണ്ടും അധികാരത്തിലെത്തിയാൽ BJP ഭരണഘടന മാറ്റിയെഴുതും, നയം മാറ്റിയെഴുതും എന്നൊക്കെ വീമ്പിളക്കുന്നയാൾ, അത് ഭാവി കാലമാണ്. ഇറ്റ്സ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ കാണാനുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് കണ്ടു കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ്. ഫ്യൂച്ചറിൽ, നാളുകളിൽ 2030-ലോ 34-ലോ ഇതേപോലെ BJP അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭരണഘടന മാറ്റിയെഴുതിയാൽ ഈ രാജ്യത്ത് നിന്ന് ഒരൊറ്റ ക്രിസ്തുമതാനിയായിക്കോ മുസ്ലിമിനോ രാജ്യം വിട്ടു പോകേണ്ടി വന്നാൽ, അവരുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവർക്കൊപ്പം ഞാനുണ്ടാവും. ഞാൻ ഈ ചർച്ച ആരംഭിച്ചത് തന്നെ എന്റെ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരും ജീവിച്ച മണ്ണിൽ നിന്ന് എനിക്ക് പോകേണ്ടി വരുമെന്ന് ആശങ്കപ്പെട്ട ഒരു മുസ്ലിമിനോട്, സഹോദര നിങ്ങൾക്കൊപ്പം ഞാൻ വരാം പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഭാവിയെ കുറിച്ചുള്ള കാര്യമാണ്. ഭാവി നമുക്കാർക്കും അറിയാവുന്നതല്ലല്ലോ. ഫ്യൂച്ചർ ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എന്നാണ് പറയുക. ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഫ്യൂച്ചർ ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. എന്റെ ചോദ്യം ഭൂതകാലത്തെ കുറിച്ചും വർത്തമാനകാലത്തെ കുറിച്ചുമാണ്. ഭൂതകാലത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസം അസ്തമിച്ചും മണ്ണോട് മണ്ണായി? പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ ചെന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊല്ലും. RSSകാരല്ല, നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊല്ലും. തൃണമൂൽ കോൺഗ്രസ് നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മുന്നണിയിലല്ലാതെ പുറമെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ തലയിൽ തീ കോരിയിടും. ത്രിപുരയിൽ ചെന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ അടി വാങ്ങാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? ഇനി അത് ഭൂതകാലത്തെ കുറിച്ചാണെങ്കിൽ വർത്തമാന കാലത്ത് എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഏകാധിപത്യത്തിന്റെ നിശിതമായ ക്രൂരതകളുമായി മുൻപോട്ട് പോകുന്നത്? ഭൂതകാലത്തെ സംബന്ധിച്ചതും വർത്തമാനകാലത്തെ സംബന്ധിച്ചതുമായ ഈ ചോദ്യങ്ങൾക്ക് എന്റെ സഹപാനലിസ്റ്റ് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാലത്തെ സംബന്ധിച്ച് RSSും BJPയും മുസ്ലിമുകളുടെയും ഇതര മതസ്ഥരുടെയും അവകാശങ്ങൾ കൈയടക്കുമെന്നും അവരെ ആട്ടിപ്പായിക്കുമെന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഭാരതത്തിന്റെ പാരമ്പര്യം അതല്ല. ഒരാളെയും ആട്ടിപ്പായിച്ചിട്ടില്ല. ഇതര മതസ്ഥർ ഈ രാജ്യത്തേക്ക് അഭയം തേടി വന്നപ്പോൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. ലോകത്തെമ്പാടും വേട്ടയാടപ്പെട്ട ജൂതന്മാർ, ക്രിസ്തുദേവൻ ഒരു ജൂതനാണെന്ന് പ്രത്യേകം ഓർക്കുക. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റ മഹത്തായ ദിവസത്തോടടുത്തിരിക്കുകയാണ് നമ്മൾ. ആ ക്രിസ്തു ദേവൻ ജനിച്ച ജൂതമതസ്ഥർ
ലോകമെമ്പാടും അഭയം തേടി ചെന്നപ്പോൾ ആട്ടിയോടിക്കപ്പെട്ടു. അവർക്ക് മുൻപിൽ സ്നേഹത്തിന്റെ ചുവപ്പ് പരവതാനി വിരിച്ചത് ഭാരതം മാത്രമാണ്. ഇസ്ലാം മതസ്ഥരും ക്രിസ്തു മത മിഷനറിമാരും ലോകത്തെമ്പാടുമുള്ള മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും എത്തിച്ചേർന്നപ്പോൾ സ്നേഹത്തോടെ അവരെ ആശ്ലേഷിച്ചത്, നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഭാരതമാണ്. ഭാരതം അങ്ങനെ തന്നെ ആയിരിക്കും.